ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു നിസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിംബരി, മിമ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇരുന്നിട്ടും പ്രസംഗിക്കാന്നായി. വഹുവ യൽഹഖ്, ആ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ ഒരു സന്തോഷ പ്രകടനം, ഭയങ്കര ഗൗരവത്തിലല്ല, ഒരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാ വരുന്നത്. എന്നിട്ട് ഉസ്താദുമാര് സാധാരണ ജുമുഅ കഴിഞ്ഞ ഉടനെ അനൗൺസ് ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി അനൗൺസ് ചെയ്തു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാ, ഓരോരുത്തരും അവനവൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. ഇത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ കാണാം എല്ലാവരും മൂലക്കൊക്കെ അങ്ങനെ പോകും ചില പള്ളികളിലൊക്കെ. മാഷാ അല്ലാഹ്, റസൂലുള്ളാഹി പറയാണ് എല്ലാവരും അവനവൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു. ഹൽ തദറൂന മാ ജമഅതുകും, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾക്കറിയില്ലല്ലോ എന്തിനാ നബിയെന്ന്. അപ്പോൾ പറഞ്ഞു, ക്രിസ്ത്യാനിയായ തമീമുദ്ദാരി ഉണ്ടല്ലോ, ഇതാ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം വരികയും അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തിരിക്കുന്നു. വഹദ്ദസനി ഹദീസൻ, അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. വാഫഖല്ലദീ കുൻതു ഉഹദ്ദിസുകും ബിഹി അനിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന ആ സംഭവങ്ങളോട് യഥാവിധി യോജിച്ച രീതിയിലാണ് തമീമുദ്ദാരി ഇപ്പോഴെന്നോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? അല്ലെ, ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ആ കാര്യങ്ങളോടൊക്കെ യോജിച്ച രീതിയിൽ ഒരു സംഭവം എന്നോട് തമീമുദ്ദാരി പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? തമീമുദ്ദാരിയും അദ്ദേഹത്തിന്റെ 30ഓളം ആളുകളോടുകൂടെ, ലഹ്മ ജുസാം ഗോത്രത്തിൽപ്പെട്ട 30ഓളം ആളുകളോടുകൂടെ ഒരു കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് 1 മാസം അവർ കടലിൽ കുടുങ്ങി. കടലിൽ ഇങ്ങനെ പോകാണ്, എവിടെയാണ് കരയൊന്നും അറിയണില്ല. അങ്ങനെ കുറെ പോയി അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു വലിയ ദ്വീപ് കാണുന്നു. ആ ദ്വീപിലേക്ക് അവരുടെ കപ്പലെടുത്തു. ഒരു സൂര്യാസ്തമയ സമയത്താണ് അവർ ആ ദ്വീപിൽ എത്തിച്ചേരുന്നത്. അവരവിടെ എത്തിച്ചേർന്നപ്പോൾ, ദ്വീപിലേക്ക് അവരങ്ങനെ കടന്നപ്പോൾ, ഫലഖിയതുഹും ദാബത്തുൻ അഹ്ലബു കസീറു ശഅരി, മുടിയുടെ ആധിക്യത്താൽ മുൻപും പിന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭീമാകാരനായ ഒരു മൃഗം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര ഒരു മൃഗം. ഓ, ചോദിച്ചു, നീ ആരാ? മൃഗത്തോട് ചോദിക്കാണ്, നീ ആരാ? മൃഗം പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ചാരപ്രവർത്തനം നടത്തുന്ന മൃഗമാണ്. ആർക്ക്? ആ മൃഗം പറഞ്ഞു, അവിടെ ഒരു കോട്ട കണ്ടോ, ആ കോട്ടയിൽ ഒരാളുണ്ട്, നിങ്ങൾ അയാളുടെ അടുക്കൽ പോകൂ. നിങ്ങളെ കുറിച്ചറിയാൻ ആ മനുഷ്യന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കോട്ടയിൽ പോയി നോക്കുമ്പോൾ അവിടെയുണ്ട് ആജാനബാഹുവായ ഒരു മനുഷ്യൻ. അയാളുടെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവര് പറഞ്ഞു, അയാള് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞു, നഹ്നു ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളിൽപ്പെട്ട കുറച്ച് ആളുകളാണ്. കണ്ടത് നന്നായല്ലോ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ, ബൈസാനിലെ ഈന്തപ്പനത്തോട്ടത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, അതിപ്പോഴും കായ്ക്കുന്നുണ്ടോ? രണ്ടാമത് ചോദിച്ചു തുബിരിയ തടാകത്തെ കുറിച്ച്. മൂന്നാമത് ചോദിച്ചത് സുഹർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിന്റെ പരിസരങ്ങളിലുള്ള 3 സംഗതികളെ കുറിച്ച് അവർ ചോദിച്ചു. അവരിലെല്ലാം കൃത്യമായ മറുപടി പറയുകയും ചെയ്തു. പിന്നെ അയാൾ ചോദിച്ചു, അഖ്ബിറൂനി അനിൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ നബിയെ കുറിച്ച് എന്താണ്, വന്നോ, എന്താ അവസ്ഥ?
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഖദ് ഖറജ മിൻ മക്ക, ആ മുഹമ്മദ് നബി മക്കയിൽ വരികയും വനസല യസ്രിബ്, ഇപ്പൊ യസ്രിബിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു അഖാതലഹുൽ അറബ്, അറബികൾ മുഹമ്മദ് നബിയുമായി യുദ്ധം ചെയ്തോ? ഞങ്ങൾ പറഞ്ഞു അതെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ പറഞ്ഞു ചിലപ്പോ മുഹമ്മദ് നബിക്ക് വിജയം, ചിലപ്പോ ശത്രുക്കൾക്ക് വിജയം, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു അറബികൾക്ക് ഏറ്റവും നല്ലത് മുഹമ്മദ് നബിക്ക് വഴിപ്പെടൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇയാൾ ആരാന്നറിഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷ. നിങ്ങൾ ആരാ? അയാൾ ഞങ്ങളോട് പറഞ്ഞു അനൽ മസീഹുദ് ദജ്ജാൽ, ഞാൻ മസീഹുദ് ദജ്ജാലാണ്, ഞാൻ വരും, എനിക്ക് വരാനുള്ള അവസരം അല്ലാഹു തരും. അങ്ങനെ വന്നാൽ ഫഅസീറു ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ സഞ്ചരിക്കും. ഫലാ അദൗ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ, എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഞാൻ ചവിട്ടി സഞ്ചരിക്കും. ഇല്ലാ ഗൈറ മക്കത വ ത്വയ്ബ, മക്കയും ത്വയ്ബയും ഒഴികെ അതിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല. ഈ സംഭവം പറഞ്ഞിട്ട് മദീനയിലെ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ, മദീന കോ ജായേ जी चाहता है मुकद्दर बनाए, जी चाहता है मदीना के आका, दो आलम के मौला तेरे पास आए, जी चाहता है मुहम्मद की बातें, मुहम्मद की सीरत सुने और सुनाए, जी चाहता है. മദീനയുടെ അതിർത്തിയിൽ വന്നാൽ പിശാചുക്കളുടെ സാന്നിധ്യത്തിൽ അവൻ വരുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാർ മദീനയുടെ അതിർത്തിയിലുള്ള ഒരു മലയുടെ സമീപത്ത് വെച്ച് അവനെ എറിഞ്ഞോടിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ വരാൻ കഴിയില്ല, മക്കയിൽ വരാൻ കഴിയില്ല. മുഅ്മിനേ, അതുകൊണ്ടാണ് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, അവസാന മുഅ്മിനീങ്ങളൊക്കെ മദീനയിലേക്കാ ചെല്ലുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കൂ, അവൻ എവിടെ നിന്നാ വരിക? അപ്പൊ അവന്റെ അടയാളങ്ങൾ, അവന്റെ രൂപം, അവനെ പറ്റിയുള്ള ഹദീസുകൾ, ഇനി അവൻ വരികയാണെങ്കിൽ എവിടുന്നാ വരിക? ചിന്തിക്കുക. മിൻ ഖറിയത്തിൻ തുസമ്മൽ യഹൂദിയ, യഹൂദിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൻ വരിക എന്നുള്ളതാണ്. ആ ഗ്രാമം അറിയപ്പെടുന്നത് അന്താക്കിയ ഗ്രാമം എന്നാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്ത് തുർക്കിയുടെയും സിറിയയുടെയും ഇടയിൽ ഇസ്രായേലിന്റെ തൊട്ടടുക്കലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. 2 സ്ഥലങ്ങളിൽ ഖുർആൻ ഈ നാടിനെ പറഞ്ഞിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ, ഒന്ന് സൂറത്തുൽ കഹ്ഫിലും മറ്റൊന്ന് യാസീനിലും. യാസീനിൽ എവിടെയെന്നറിയോ? വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. അത് ഈ ഗ്രാമമാണെന്ന വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ കഥ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത് ജാഅഹൽ മുർസലൂൻ, ആ ഗ്രാമവാസികൾക്ക് ആ പ്രവാചകന്മാർ ചെന്നപ്പോൾ എറിഞ്ഞോടിച്ചു. ആ ഗ്രാമവാസികൾ അല്ലാഹു തആല വല്ലാതെ ശപിച്ചു. ആ സംഭവം പറയുന്നത് ഈ ഗ്രാമമാണെന്ന. രണ്ടാമത് എവിടെയാണ്? ഹത്താ ഇദാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വമ ഫഅബൗ അൻ യുളൈഫൂഹുമാ. ഖദർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഈ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് എന്തുണ്ടായത്? അല്ലാഹു തആല അവരെ പരീക്ഷിച്ചത്. അവർക്ക് ഈ നാട്ടുകാരവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഈ നാട്ടുകാര് 2 സ്ഥലങ്ങളിൽ, ഇവിടെ നിന്നാണ് അവൻ വരിക. അവൻ വന്നാൽ അവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അവൻ കിഴക്കും പടിഞ്ഞാറും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. വലത്തും ഇടത്തും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
മദീനയിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോ ആ മദീനയുടെ അതിർത്തിയിൽ വെച്ച് അവന് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്ന ഹദീസിൽ കാണാം. ആ മനുഷ്യൻ അബുൽ അബ്ബാസ് ഖളിർ അലൈഹിസ്സലാമാണ് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. അവന് വലിയ സൈന്യമുണ്ടാകും. അവന് പൂർണ്ണമായും പിന്തുണ നൽകുക ജൂതന്മാരായിരിക്കും. മുഅ്മിനീങ്ങളെ, അവരാണല്ലോ ഇവനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ജൂതന്മാരുടെ നേതൃത്വത്തിൽ കുഴപ്പമുണ്ടാകുമ്പോ ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമിന്റെ ശക്തി ക്ഷയിക്കും. അവരെല്ലാവരും ബൈത്തുൽ മുഖദ്ദസിൽ അവരിയ്ക്കുന്നുണ്ടാകും. ബൈത്തുൽ മുഖദ്ദസില് അവർ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ അവർ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങനെ ഉപരോധിക്കപ്പെടുമെന്നാണ്. മഹ്ദി ഇമാമും വിശ്വാസികളും അവർക്ക് എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയി, എല്ലാ ശക്തിയും ചോർന്നുപോയി. ദജ്ജാൽ ഇങ്ങനെ ശക്തി പ്രാപിച്ച് മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 70,000-ഓളം ജൂതന്മാരെ കൊണ്ട് ദജ്ജാലിന്റെ നേതൃത്വത്തിൽ അവർ ബൈത്തുൽ മുഖദ്ദസ് വളഞ്ഞ് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. ഒരു സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ ഇമാമ് നിൽക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ സുബ്ഹ് നിസ്കാരത്തിന്റെ ആ സമയമായി ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കപ്പെട്ട് കഴിയുന്ന സമയത്തുണ്ടാകും. അവിടെ അതാ അവർ ഒരു ശബ്ദം കേൾക്കുന്നു. തങ്ങളുടെ പിന്നിലാണ് ആ ശബ്ദം കേൾക്കുന്നത്. അവർ തിരിഞ്ഞു നോക്കും, എന്താണ് ആ ശബ്ദം? അപ്പോൾ കാണാൻ കഴിയും ഫഇദാ ഹുവ ഈസാ. ഡമസ്കസിലെ വെള്ള മിനാരത്തിന്റെ സമീപത്തേക്ക് 2 മലക്കുകളുടെ ചിറകില് മഞ്ഞ വസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മഹ്ദി ഇമാം പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാം നിൽക്കുക. ഈസാ അലൈഹിസ്സലാം പറയും, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇഖാമത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ നിൽക്കൂ എന്ന് പറയും. അങ്ങനെ ഇമാം മഹ്ദി നിൽക്കും, ഈസാ അലൈഹിസ്സലാം നമസ്കരിക്കും. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം എവിടെയാണ് വാതിലെന്ന് ചോദിക്കും. വാതിൽ തുറക്കും. വലിയ വാളെടുത്ത് ദജ്ജാൽ വരും. 70,000 ജൂതന്മാരുടെ നേതാവായി ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ ശത്രുവിന് നിലനിൽപ്പില്ലല്ലോ, ദീനെതിരായി കളിക്കുന്നവന് നിലനിൽപ്പില്ലല്ലോ, ഒരു അധർമ്മകാരിക്കും നിലനിൽപ്പില്ലല്ലോ. അബൂജഹൽ വളർന്നിട്ടില്ലല്ലോ, നമ്രൂദ് വളർന്നിട്ടില്ലല്ലോ. അത് ലോകാവസാനം വരെ ഘടന അങ്ങനെയാണ്. ദജ്ജാലിന് ഈസാ അലൈഹിസ്സലാം ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ യദൂബു അദുല്ലാഹ് കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ ഈസാ അലൈഹിസ്സലാമിനെ കണ്ടാൽ ദജ്ജാൽ അലിഞ്ഞു പോകുന്നതാണ്. അവൻ ഓടിപ്പോകും. ഓടി 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 അവൻ ഓടിയെത്തുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഹബീബായ റസൂലുള്ള പറയാണ്, ഇൻദ ബാബിൽ ലുദ്. അവൻ ലുദ് കവാടത്തിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നതാണ്. ടെൽ അവീവ് എന്നാണ് ഇന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം അറിയപ്പെടുന്നത്. അവിടെയുള്ള എയർപോർട്ടാണ് ലിദ്ദ എയർപോർട്ട്. LYDDA ലിദ്ദ എയർപോർട്ട്. നമ്മളൊക്കെ കരിപ്പൂർ എയർപോർട്ടിന്റെ സമീപത്തുള്ള മലബാറിലേക്കുള്ള കവാടമാണ് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയും, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ തന്നെ എയർപോർട്ടിലൂടെ പോകുന്നവർക്കൊക്കെ അറിയാലോ, ഒക്കെ ബാബ ആയിരിക്കും. ഇവിടെ ഗേറ്റ് എന്ന് പറയും, അൽ ബവാബ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും എയർപോർട്ടിലൊക്കെ. ബാബ് ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട്. ഗൾഫിൽ പോയാൽ ബാബായിരിക്കും. എന്താ ബാബില്ലു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? അവന് വലിയ സൈനിക സംഭരണിയായിട്ടായിരിക്കും വരിക. അവിടെ വെച്ച് ഈസാ അലൈഹിസ്സലാം അവനെ കൊല്ലുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ കർത്തവ്യം അവനെ സംബന്ധിച്ചുള്ള ഈ ഭയപ്പെടുത്തൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവനിൽ നിന്ന് കാവൽ തേടണം. അവനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പറയണം. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം
അല്ലാഹു തമ്പുരാന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. എല്ലാ ദുഷിച്ച എല്ലാ അപകടങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. ബാദിറൂ ബിൽ അഅമാലി സബ്ആ, 7 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇബാദത്ത് കൊണ്ട് വേഗത്തിൽ ചെയ്തോളൂ, വേഗം ഇബാദത്ത് ചെയ്തോളൂ. റസൂലുള്ള പറയാണ്, നിങ്ങൾ പേടിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ? ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര വലിയ സമ്പന്നനാണെങ്കിലും പൈസ അങ്ങട്ടില്ലാതെയായാൽ, കച്ചവടങ്ങ് തകർന്നാൽ എല്ലാം മറന്നുപോകും, ഈമാനും ദീനൊക്കെ മറന്നുപോകും. അങ്ങനത്തെ ദാരിദ്ര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് മുമ്പേ ഇബാദത്ത് ചെയ്തോളൂ. അഹങ്കാരിയാക്കുന്ന വലിയ സമ്പന്നത വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നന്നായിക്കോളൂ. വാർദ്ധക്യം വന്നേക്കാം, രോഗം വന്നേക്കാം, പെട്ടെന്നുള്ള മരണം വന്നേക്കാം. അല്ലേ? മരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അറിവും കിട്ടാതെ പെട്ടെന്ന് മരിച്ചു പോയേക്കാം, സമയം കിട്ടൂല. ദജ്ജാൽ വന്നേക്കാം, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വന്നേക്കാം. മുഅ്മിൻ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, അവനോട് കാവൽ തേടുക. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ കാര്യം, നമ്മുടെ അടുത്ത തലമുറയുടെ കാര്യം, എല്ലാ അധർമ്മത്തിൽ നിന്നും തിന്മയിൽ നിന്നും അവരെ നമ്മൾ രക്ഷിച്ചെടുത്ത് സമ്പൂർണ്ണ ദീനിൽ അടിയുറച്ചു നിർത്തുന്നവരാക്കുക. അവരെ തെറ്റിലേക്ക് വിടരുത്. അവരെ ഖുർആൻ ഓതുന്നവരാക്കി നിലനിർത്തണം, അവരെ നിസ്കരിക്കുന്നവരാക്കി നിലനിർത്തണം, അവർക്ക് സുന്നത്തുകൾ പരിചയപ്പെടുത്തണം, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നല്ലവരാക്കി ദുനിയാവിൽ ഈമാനിന്റെ മേലില് ഏത് പ്രതിസന്ധി വരുമ്പോഴും അവരുറക്കെ പറയണം, ഞങ്ങൾക്കിത് പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് റഹ്മാനായ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ.